നമസ്കാരം. ഇന്ന് ദശരഥരാജന്റെ പുത്രനായി ശ്രീരാമദേവൻ പിറന്നുണ്ടായി എന്ന തിരുവാതിരപ്പാട്ടിലൂടെയാണ് സീതാസ്വയംവരം അവതരിപ്പിക്കുന്നത്. വിശ്വാമിത്ര മഹർഷിയുടെ താൽപര്യപ്രകാരം രാമലക്ഷ്മണന്മാർ താടകവധവും യാഗരക്ഷയും നടത്തുന്നതും ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കുന്നതും വിവരിക്കുന്നു. ജനകരാജാവിൻ്റെ മിഥിലാപുരിയിലെത്തി വിശിഷ്ടമായ ശൈവചാപം കുലച്ച് സീതാദേവിയെയും വിവാഹം കഴിക്കുന്നു. ഇത്രയും ഭാഗമാണ് രണ്ടാം ദിവസം അവതരിപ്പിക്കുന്നത്. ഇത് കുമ്മി രൂപത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ദശരഥരാജന്റെ പുത്രനായി ശ്രീരാമദേവൻ പിറന്നുണ്ടായി. ജനകരാജാവിന്റെ പുത്രിയായി സീതയും ഭൂമിങ്ങളുണ്ടായി വന്നു. കാലത്തരുണി വളരും കാലം മാലയിടും കാലം വന്നണഞ്ഞു. സീത സ്വയംവരം എന്നിട്ട് പാരിടമൊക്കെ ഇളക്കമായി. അക്കാലം ശ്രീരാമദേവൻ താനും താടകയിൽ കൊന്ന ശേഷം പിന്നെ യാഗവും രക്ഷിച്ചു പോരും നേരം പാറമെല്ലടി വെച്ചുകൊണ്ട് ശാപവും തീർന്നിട്ട ഹല്യതാനും തന്റെ പതിയോടുകൂടെ പോയി. വിമയമായ മിഥിലകളിൽ ശ്രീരാമൻ ചെന്നു ചവിട്ടിയപ്പോൾ ജനകപുരിയൊക്കെ ശുദ്ധിയായി. നാനാദിക്കിലുള്ള രാജാക്കന്മാർ ദിക്കുകൾ നാളിന്നും വന്നിട്ടുണ്ട്. വില്ലെടുപ്പാലും നല്ലോരല്ല. മാമുനി രാമൻ തന്മുത്തു നോക്കി കൺമുനയാളൊന്നൊഴിച്ചു. അപ്പോൾ എഴുന്നേറ്റു ശ്രീരാമനും ഗംഗാജലം തൊട്ടു കാട്ടി. ഇല്ലിനു മൂന്നു വലത്തു വെച്ചു താണു തൊഴുതു നമസ്കരിച്ചു. ആവില്ലെടുത്തു പൊടി തുടച്ചു ഒത്ത നടുവേ അതിലൊടിച്ചു. ഇന്നു മുറിയുന്ന നാദം കേട്ടു സീതയുടെ കയ്യിലെ രത്നമാല. അൻപോടെ രാമന്റെ തോളിലിട്ട് പിന്നെയാവിതെടുത്തു. രക്ഷിച്ചു കല്യാണവും കഴിച്ചു. പിന്നെ ഒരു നാളയോധ്യ പൂക്കു. എല്ലാവരുമായി സുഖിച്ചുവാണു. എല്ലാവരുമായി സുഖിച്ചുവാണു. എല്ലാവരുമായി സുഖിച്ചുവാണു.